ഈ കൊട്ടാരത്തിലേക്ക് താമസിക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നീ അതൊക്കെ അനുസരിച്ചാലേ നിന്റെ ഈ കൊട്ടാരത്തിൽ ഞാൻ താമസിപ്പിക്കത്തുള്ളൂ. നീ യക്ഷിയായിരുന്നു, പക്ഷെ നിന്റെ ഇപ്പൊ ഞാൻ കന്യകയാക്കി മാറ്റിയേക്കുവാ. പിന്നെ നിങ്ങളോട് എല്ലാവരോടും കൂടെ ആയിട്ട് പറയുക, ഈ കൊട്ടാരത്തിലുള്ള ആരും അറിയരുത് ഇത് യക്ഷിയാന്നുള്ള കാര്യം, കേട്ടോ? നീ ഈ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല, കേട്ടോ? കേട്ടു. നിന്നെ ഇവിടുത്തെ വേലക്കാരിയായിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നീ ഇവിടുത്തെ വേലക്കാരിയായിട്ട് വേണം നിൽക്കാൻ. കേട്ടു. നിന്റെ തനി സ്വരൂപം ഉണ്ടല്ലോ യക്ഷിയുടെ, അത് എടുത്തേക്കരുത് ഇവിടോട്ട്. ആ കൊട്ടാരത്തിൽ ഒരു അന്തേവാസി ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ വരൂ ജോത്സരെ. തമ്പുരാനെ ഞാനൊരു വേലക്കാരിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അയ്യോ, എന്നെ തമ്പുരാനൊന്നും വിളിക്കണ്ട ജോത്സരെ. എന്നെ ആണെങ്കിൽ വിഷ്ണു എന്ന് വിളിച്ചാൽ മതി. എന്റെ പേര് വിഷ്ണു എന്നാ. ഈ കൊട്ടാരത്തിലെ ഒരു അംഗമല്ലേ, അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ അല്ലാതെ പിന്നെ പേരെങ്ങനെ വിളിക്കും? അയ്യോ, അതൊക്കെ പണ്ടായിരുന്നല്ലോ. പണ്ടാണെങ്കിൽ രാജഭരണമുള്ള കാലത്തൊക്കെ എനിക്ക് തമ്പുരാൻ എന്നൊക്കെ വിളിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനൊന്നും വിളിക്കൊന്നും വേണ്ടെന്നേ. ഇതാണോ വേലക്കാരി? കുട്ടിയുടെ പേരെന്താ? എന്റെ പേര് മോഹിനി. ഇവരൊക്കെ ആരാ? ഞങ്ങളൊക്കെ ആണെങ്കിൽ അടുത്തുള്ള ഗ്രാമത്തിലെ. ഞങ്ങൾക്കാണെങ്കിൽ പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹം ഈ കൊട്ടാരത്തിൽ വന്ന് താമസിക്കണമെന്ന് കുറച്ച് നാള്. അങ്ങനെ ഞങ്ങൾ വന്നതാ. ഞങ്ങളെ കൂടെ ഒന്ന് താമസിപ്പിക്കുവോ? ഞങ്ങൾക്കാണെങ്കിൽ മോഹിനിയെ പരിചയമുണ്ട്. അപ്പൊ മോഹിനിയെ പറഞ്ഞത് മോഹിനി ഇവിടെ ആണെങ്കിൽ വേലക്കാരിയായിട്ട് വരാൻ പോകുമെന്ന് പറഞ്ഞു കൊട്ടാരത്തിൽ. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളോട് വരുന്നെങ്കിൽ വരാൻ പറഞ്ഞു. പിള്ളേർക്ക് എന്തായാലും ഇഷ്ടമല്ലേ കൊട്ടാരത്തിൽ കുറച്ചാൾ താമസിക്കാൻ. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു എന്നാൽ കൊട്ടാരത്തിൽ ഞങ്ങളോട് വന്ന് കുറച്ചാൾ നിൽക്കാൻ പറഞ്ഞു. ആ, അതിനെന്താ, കൊട്ടാരത്തിൽ ആർക്കും വേണമെങ്കിലും വന്ന് നിൽക്കാമല്ലോ. വിഷ്ണു തമ്പുരാന്റെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അയ്യോ, തമ്പുരാൻ വിളി വേണ്ട, വിഷ്ണു മാത്രം മതി. ഈ വേലക്കാരി വീടിന്റെ അകത്തേക്ക് കയറ്റാൻ പാടില്ല, കേട്ടോ? പുറത്തൊക്കെ ഉള്ള ജോലികളെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഉള്ള പുറത്തുള്ള റൂമുകളിലും പിന്നെ അടുക്കളയിലും ഒക്കെ നിർത്താവൂ. അല്ലാതെ ഈ കൊട്ടാരത്തിനകത്തേക്ക് കയറ്റാൻ പാടില്ല, കേട്ടോ? അയ്യോ, അതെന്താ? അതാണെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ അങ്ങനെ ഒരു ആചാരമുണ്ട്. അപ്പോൾ ആണെങ്കിൽ ഇവർക്കാണെങ്കിൽ അങ്ങനെ അകത്തോട്ട് കൊട്ടാരത്തിനകത്തേക്ക് അങ്ങനെ കയറാൻ പാടില്ലെന്നുണ്ട്. അപ്പോൾ ഇവർക്കാണെങ്കിൽ ശാപം കിട്ടുമെന്നൊക്കെയാ പണ്ടുള്ളവർ പറയുന്നത്. വേലക്കാരികൾ പുറത്ത് നിൽക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിക്കും അങ്ങനെ അങ്ങനെ അകത്ത് കയറാനായിട്ടേ ഒരു പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിക്ക് പേടിയായിട്ട് നിങ്ങൾ അകത്തോട്ട് കയറ്റണ്ട. വെറുതെ എന്തിനാ ശാപം മേടിച്ച് വാങ്ങിക്കുന്നത്? ശാപം ആർക്ക് കിട്ടും? ഈ കുട്ടിക്കാന്ന് കിട്ടുന്നത് ഞങ്ങൾക്കാണോ? ശാപം കിട്ടുന്നത് ഈ കുട്ടിക്കാ. അയ്യോ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്നാ പിന്നെ കുട്ടി പുറത്ത് തന്നെ നിൽക്കട്ടെ. പുറത്തുള്ള മുറികളിലൊക്കെ നിന്നാ മതി, അകത്തോട്ട് കയറണ്ട, കേട്ടോ? ശരി. മോഹിനി ഇന്ന് വിഷ്ണുവിന്റെ കൂടെ അങ്ങോട്ട് ചെല്ല്. ആ വരൂ, ഞാൻ അടുക്കളയിൽ കാണിച്ചു തരാം. നിങ്ങൾ പോന്നോളൂ, കേട്ടോ? ഇവര് ആ കൊട്ടാരത്തിനകത്ത് കയറുന്നതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇല്ല, ഇവർക്ക് എവിടെ വേണമെങ്കിലും കയറാം കൊട്ടാരത്തിന്റെ. മോന്റെ പേരെന്താ? ചേച്ചിമാരുടെ മക്കളാണ് ഇവരൊക്കെ. ആ, കുട്ടുമോനും കിങ്ങിണി മോളും എന്റെ മക്കളാ. ഞാനാ കിങ്ങിണി. ഇത് അമ്മണി മോൾ, എന്റെ മോള്. ആ, ശരി, എല്ലാരും അകത്തോട്ട് കയറി വന്നാട്ടെ. വിഷ്ണു, എനിക്ക് ഇവരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. വിഷ്ണു ആണെങ്കിൽ ഈ മോഹിനിയും കൊണ്ട് അകത്തോട്ട് പോകും. ആ മോഹിനി എന്നാ വാ, ഞാൻ അടുക്കളയെ കാണിച്ചു തരാം. പോകുന്നില്ല നീ? എനിക്ക് ഇപ്പോഴും കൊട്ടാരത്തിനകത്തോട്ട് കയറാൻ പ്രവേശനമില്ലല്ലോ. നിനക്ക് ഈ കൊട്ടാരത്തിന്റെ പടിയിങ്ങനെ ചവിട്ടാൻ പറ്റിയല്ലോ, അതെങ്ങനെ നീ ഭാഗ്യമായിട്ട് കരുത്. എന്നാലും എനിക്ക് കൊട്ടാരത്തിനകത്തളങ്ങളിൽ കയറാൻ പറ്റില്ലല്ലോ. മോഹിനി, നീ നിന്റെ കന്യാരൂപത്തിൽ നിന്നേ. നീ എന്തിന് യക്ഷിയുടെ രൂപം എടുത്തത്? ഈ കൊട്ടാരത്തിൽ വന്ന് നീ യക്ഷിയുടെ രൂപം എടുക്കത്തില്ലെന്ന് ശബ്ദം ചെയ്തിട്ടല്ലേ ഇവിടെ കൊണ്ടുവന്നത്? നിനക്ക് ഈ കൊട്ടാരത്തിന്റെ പുറത്തുള്ള മുറികളിൽ താമസിക്കാമല്ലോ, പുറത്തുള്ള അടുക്കളയിൽ നിനക്ക് നിൽക്കാമല്ലോ. അകത്തുള്ള മുറികളിൽ കയറാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ. നീ വേഗം ചെല്ലാൻ നോക്കൂ വിഷ്ണുവിന്റെ കൂടെ. ഈ രൂപം എടുത്ത് അവനെ കൂടെ പേടിപ്പിക്കരുത്. അവരാരും അറിഞ്ഞിട്ടില്ല നീ യക്ഷി എന്നുള്ള കാര്യം. നീ അവരെ കൂടെ അറിയിക്കരുത്, ഈ കൊട്ടാരത്തിലുള്ളവരെ, കേട്ടോ? ശരി. ജോത്സരെ അവർ കന്യകയായിട്ട് വീണ്ടും യക്ഷിയായല്ലോ. നമ്മളെങ്ങനെ വിശ്വസിച്ച് അവരുടെ കൂടെ താമസിക്കും? നിങ്ങൾ പേടിക്കണ്ട, ഞാനും ഉണ്ടല്ലോ നിങ്ങളുടെ കൂടെ. അവളെ യക്ഷിയെ കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവളെ വിലക്കി ആ കന്യകയാക്കിക്കോളാം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനാണെങ്കിലേ ഒരു ദണ്ട് മാന്ത്രികത ഉണ്ടാക്കി ജപിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ആണി. ഞാനാണെങ്കിൽ അവളെ ആവാഹിച്ചാണെങ്കിൽ ആ ആണിക്കകത്ത് വെച്ചേക്കുവോ. എന്നിട്ടാണെങ്കിൽ ഈ ആണി ആണെങ്കിൽ ഞാൻ എവിടെ തറയ്ക്കാൻ പോകുന്നതെന്ന് അറിയാവോ? ഈ കൊട്ടാരത്തിനുള്ളിലുള്ള മുറിയില്ല. ഇവിടെ ഈ കൊട്ടാരത്തിനുള്ളിൽ കയറുവാണെങ്കിൽ ആ ആണിക്കകത്ത് ഇവള് സ്പർശിക്കും. അങ്ങനെയാണെങ്കിൽ ഇവള് പഴയ രൂപമാകും, അതായത് യക്ഷി രൂപമാകും. അങ്ങനെയാണെങ്കിൽ അവൾ യക്ഷി രൂപമാകാതെ കന്യകയായിട്ട് തന്നെ തുടരാൻ വേണ്ടിയിട്ടാണ് ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അവളോടാണെങ്കിൽ കൊട്ടാരത്തിനകത്ത് കയറാമെന്ന് പറഞ്ഞത്. ഓ, അങ്ങനെ കാര്യമല്ലേ? അയ്യോ, അപ്പൊ ഈ യക്ഷിയാണെങ്കിൽ കൊട്ടാരത്തിനകത്ത് കയറാൻ നോക്കിക്കണം എല്ലാരും. എന്നാ പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് ഈ ആണി എങ്കിലും അകത്തുകൊണ്ടേ തറക്കട്ടെ. ആ, ശരി ജോത്സരെ. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. ഞാൻ ഈ ആണിയും തറയ്ക്കാൻ പോവാം. നിങ്ങൾ എല്ലാവരും നോക്കിക്കണം, കേട്ടോ? ഓം ദും വസ്തഭദ്രായ ഞാൻ ആണി തറച്ച സ്ഥലം എല്ലാവരും കണ്ടല്ലോ. ആ, കണ്ടു ജോത്സരെ. ആ യക്ഷിയെ ആവാഹിച്ച് ഇവിടെ തറച്ചു വെച്ചേക്കും ആണിക്കകത്ത്, കേട്ടല്ലോ? അപ്പൊ അന്നെങ്കിൽ ഈ ആണി ആണെങ്കിൽ അവർ ഊരാതെ നോക്കണം. അതായത് അവർ ഈ മുറിക്കകത്തോട്ടേ കയറാൻ പാടില്ല. അവർ ഈ മുറിക്കകത്ത് കയറി അവർക്ക് അറിയാൻ പറ്റും ഇവിടെ ആണിയുണ്ട്. അപ്പൊ അവർ ആ ആണി ഊരി എടുത്തു കഴിഞ്ഞാൽ പഴയ രൂപമാകും. അതുകൊണ്ട് ഈ മുറിക്കകത്തേ കയറാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, കേട്ടോ? ആ, ശരി ജോത്സരെ, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ഓ, ഈ ആണി തറച്ചു കഴിഞ്ഞപ്പോഴത്തെ ഭയങ്കര ക്ഷീണം.
ഞാനൊന്ന് കിടക്കട്ടെ, അപ്പുറത്ത് മുറി പോയി. ജോത്സർ എന്നാ പോയി വിശ്രമിക്ക്. അയ്യോ റാണിയമ്മ എന്തോന്ന് വന്നത്. വിഷ്ണു പറഞ്ഞായിരുന്നു കേട്ടോ, ഗ്രാമത്തിൽ നിന്ന് കുറെ പേര് വന്നെന്ന്, ഒരു വേലക്കാരിയൊക്കെ ആയിട്ട്. നമസ്കാരം റാണിയമ്മേ. ആ നമസ്കാരം. പിള്ളേർക്കൊരു ആഗ്രഹം കുറച്ചുനാൾ ഇവിടെ നിൽക്കണമെന്ന്, അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നത്. അതിനെന്താ, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാമല്ലോ. മോളുടെ പേരെന്താ? എന്റെ പേര് മിന്നു. മിന്നുമോൾ എന്റെ കൊച്ചുമോളാ, എന്റെ മകന്റെ മോളാ ഇത്, എന്റെ വിഷ്ണുവിന്റെ മോളാ ഇത്. മോളുടെ അമ്മ എവിടെ? ഇവിടെ അമ്മയാണെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ വേറൊരു സംസ്ഥാനത്ത് പോയേക്കുക, രാജസ്ഥാനില്. ജയ്പൂരിലാണെങ്കിൽ ഒരു കൊട്ടാരമുണ്ട്, അപ്പോൾ അവിടെ നിന്നിട്ട് അവളാണെങ്കിൽ ജോലിക്ക് പോകുന്നത്. ഇപ്പം മോളും വിഷ്ണു ഞാനും മാത്രമേ ഉള്ളൂ ഈ കൊട്ടാരത്തില്. അപ്പൊ അമ്മൂമ്മയും മോളും മോനും മാത്രമേ ഉള്ളൂ ഈ കൊട്ടാരത്തിലല്ലേ? മോളുടെ പേരെന്താ? എന്റെ പേര് കുട്ടുമോൻ. ഹായ്, ഗ്ലാഡ് ടു മീറ്റ് യു. മോക്കാണെങ്കിൽ കളിക്കാൻ കൂട്ടുകാരൊന്നും ഇല്ലെന്നുകൊണ്ട് വിഷമിച്ചിരിക്കുവായിരുന്നു. ഹായ് അമ്മൂമ്മ, എനിക്ക് കളിക്കാൻ പിള്ളേരെ കിട്ടി. അയ്യോ, അവരെ പിള്ളേരൊന്നും വിളിക്കല്ലേ, അത് ചേച്ചിമാരെ രണ്ടുപേര് കേട്ടോ. ചേച്ചിമാരുടെ പേരെന്താ? എന്റെ പേര് അമ്മിണി. എന്റെ പേര് കിങ്ങിണി. മിന്നുമോളെ നമുക്ക് കളിക്കാം. ആ ശരി, നമുക്ക് കളിക്കാം. മിന്നുമോൾ ഇപ്പൊ കളിക്കണ്ട, ആഹാരം കഴിച്ചില്ല, ആഹാരം കഴിച്ചിട്ട് കളിച്ചാൽ മതി. മോക്ക് കുറച്ച് വാശി കൂടുതലാ. രാവിലെ ഒന്നും കഴിച്ചല്ലോ, ഉച്ചയ്ക്ക് ഇങ്ങനെ കുറച്ച് ചോറ് കഴിക്കും. ആ എന്നാ പിന്നെ പെട്ടെന്ന് കളിച്ചിട്ട് പെട്ടെന്ന് കഴിക്കണം കേട്ടോ. ഈ മിന്നുമോളുടെ ഒരു കാര്യം, അവളാണെങ്കിൽ കളിക്കാനായിട്ടില്ല, ഇത്ര നാൾ വിഷമിച്ചിരിക്കുന്നതാ. അവര് കുറച്ചേരം കളിക്കട്ടെ. ഞാനെങ്കിൽ ഒന്ന് കിടക്കട്ടെ, എനിക്കൊരു ക്ഷീണം. ആ ശരി റാണിയമ്മേ. നമുക്ക് വേണ്ട ആഹാരമൊക്കെ ആരുണ്ടാക്കും? ആ വേലക്കാരി ഉണ്ടാക്കുമോ യക്ഷി? യക്ഷി ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ എങ്ങനെ കഴിക്കും? നമുക്കൂടെ പോയി ഉണ്ടാക്കാം നമുക്കുള്ളത്. ആ യക്ഷി എങ്ങനെ ഉണ്ടാക്കുന്നത് ഈ കൊട്ടാരത്തിലുള്ളവരെല്ലാം കഴിക്കട്ടെ, നമുക്ക് കഴിക്കണ്ട. കൊട്ടാരത്തിലുള്ളവർക്ക് അറിയത്തില്ലല്ലോ അവർ യക്ഷിയാന്നുള്ള കാര്യം. അത് തന്നെ, യക്ഷി ഉണ്ടാക്കുന്നത് നമുക്ക് കഴിക്കണ്ട. മോഹിനി, ഇത് അടുക്കള കേട്ടോ. അത് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. മോഹിനിയെ കാണാൻ സുന്ദരി കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇയാളൊരു പഞ്ചാരിയാന്ന് തോന്നുന്നു. എന്താ മോഹിനി പെട്ടെന്ന് തിരിഞ്ഞു കളഞ്ഞത്? ഞാൻ പറഞ്ഞ ഇഷ്ടമായില്ലേ? ഏയ് അങ്ങനെയൊന്നും ഇല്ല. ഇത് പിന്നെ പണ്ടത്തെ കൊട്ടാരത്തിൽ അടുക്കളയായോണ്ട് പിന്നെ അങ്ങനത്തെയൊക്കെ പ്രയാസം കാണും കേട്ടോ. അത് കുഴപ്പമില്ല. ഇപ്പോഴത്തെ അടുക്കളയിലുള്ള പോലെ ആണെങ്കിലേ മിക്സി, ഫ്രിഡ്ജ്, അങ്ങനത്തെ ഗ്യാസ്, അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല. പഴയ കൊട്ടാരത്തിൽ എങ്ങനെയാ അതേ ഈ കണക്ക് തന്നെ ഇവിടെ ആഹാരമൊക്കെ ഉണ്ടാക്കേണ്ടത് കേട്ടോ. ശരി. എന്നെ എന്താ വിളിക്കാൻ പോകുന്നത്? ഇങ്ങനെ ഞാൻ എന്തിനാ വിളിക്കുന്നത്? എന്നെ വിഷ്ണുജിന്ന് വിളിച്ചാ മതി കേട്ടോ. സ്നേഹമുള്ളവർ എന്നെ അങ്ങനെ വിളിക്കുന്നത് വിഷ്ണുജിന്ന്. എന്നാ ശരി, ഞാൻ അപ്പുറത്തോട്ട് പോയിക്കോട്ടെ. ഞാൻ പണ്ടായിരുന്നെങ്കിൽ ഇങ്ങർക്ക് കാണിച്ചു കൊടുക്കായിരുന്നു. പണ്ടത്തെ രൂപമായിരുന്നെങ്കിൽ പഞ്ചാരി അടിക്കാൻ നടക്കുന്നു. നമുക്ക് എന്താ കളി കളിക്കണ്ടേ? നമുക്ക് സാറ്റ് കളിക്കാം. ഞാൻ ഇതുവരെ വീട്ടിൽ സാറ്റ് കളിച്ചിട്ടില്ല. എന്നോട് കളിക്കാൻ ആരും ഇല്ലല്ലോ. കൂട്ടുകാരെ കിട്ടിയല്ലേ. ഞാൻ എങ്ങോട്ടെ അന്നേരണ്ടേ? ഞങ്ങൾ വിളിക്കാം. 1 2 3 4 5 6 കൊട്ടാരം കണ്ടേ. ഞാൻ എന്നിട്ട് ഇങ്ങനെ നോക്കാൻ പോവാണേ. എങ്ങോട്ട് ഓടി കാണും എല്ലാരും? അയ്യോ, ഞാൻ കുറെ നേരം നിൽക്കാൻ തുടങ്ങിയിട്ട് എവിടെയൊന്നും കാണുന്നില്ലല്ലോ ആരെയും. അയ്യോ, ഒന്നാ എനിക്ക് കൊട്ടാരം കണ്ടിട്ട് പേടിയാവുന്നു. അയ്യോ, ഇങ്ങനെ ചേച്ചി അമ്മ ചേച്ചി എങ്ങോട്ട് ഓടിപ്പോയി? കൊച്ചിനെ കാണുന്നില്ലല്ലോ, മിന്നു കൊച്ചിനെ. ഇനി എനിക്ക് വഴി തെറ്റിപ്പോയല്ലോ. ഞാൻ എങ്ങനെ ഇനി അവരെയൊക്കെ കണ്ടുമുട്ടും? എന്താ? അയ്യോ യക്ഷി, നീ എന്താ എന്നെ വിളിച്ചത്? എന്നെ നീ യക്ഷിയെ വിളിച്ചല്ലേ? നിനക്ക് ഞാൻ എന്റെ തനി സ്വരൂപം കാണിച്ചു തരാം. നിങ്ങളെന്താ സാറ്റ് കളിക്കുമായിരുന്നോ? നിങ്ങൾ ഒരുമിച്ചല്ലേ ഓടിയത്? ആരാ എണ്ണിയതാരാ? മോളൊന്നും എണ്ണിയത്? അപ്പൊ നിങ്ങളോട് എന്നെ കുട്ടുമ്പോ ഓടി വന്നത്? സുനി എവിടെ പോയി അന്വേഷിക്കും?